നമസ്കാരം, ഏവർക്കും കുരുസ്മാനയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ ഇട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിരുന്നത് മഞ്ഞ് വീഴുന്നതായിട്ടാണ്. ഇപ്പോൾ മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരുട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, എല്ലായിടത്തും എല്ലായിടത്തും ഈ പഞ്ഞി മെത്തയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള കളറിലെ മെത്ത ഇങ്ങനെ വിരിച്ചിട്ട പോലെ തോന്നില്ലേ? എന്താ ഭംഗിയെന്നറിയാമോ ഇത് കാണാനായിട്ട്? അപ്പോൾ ഈ വിശേഷങ്ങളുടെ കൂടെ തന്നെ വേറൊരു ക്രാഫ്റ്റ് ഐഡിയ കൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ഇതാണ്, ക്രിസ്മസ് റീത്ത്. അപ്പോൾ ക്രിസ്മസ് റീത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള കുറച്ച് കമ്പ് നമുക്ക് വേണം, അല്ലെങ്കിൽ ശിഖരങ്ങൾ അല്ലെങ്കിൽ ചില്ലകൾ, കുഞ്ഞു കുഞ്ഞു ചില്ലകൾ വേണം. ഞാനിവിടെ പൈൻ മരത്തിൻ്റെ ചില്ലകളാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ വളയുന്ന ടൈപ്പിലുള്ള ചില്ലകളുണ്ടെങ്കിൽ അതെടുക്കുക. എന്നുവെച്ചാൽ ഇതുപോലെ വളച്ചെടുക്കണം, നല്ല റൗണ്ടിൽ വളച്ചെടുക്കണം. ഇപ്പം ചെറിയ പൈസ കുറഞ്ഞ ചിലവിൽ ഇതിൻ്റെ റീത്തിൻ്റെ ഈ ബ്രാഞ്ചസ് ഇവിടെ മേടിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ നാച്ചുറലായിട്ട് നമ്മുടെ വെളിയിൽ നിന്ന് പൈൻ മരത്തിൻ്റെ ചില്ലകൾ ഒടിച്ചുകൊണ്ട് വന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് നന്നായിട്ട് നമ്മളൊന്ന് വട്ടത്തിലാക്കിയ ശേഷം അതൊന്ന് കെട്ടി ഇടണം. കെട്ടിയില്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബേസ് നന്നായിട്ടിരിക്കണം. ബേസ് നന്നായിട്ടിരുന്നാൽ മാത്രമേ ഈ ഒരു റീത്ത് നല്ല ബലത്തോടിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചരടോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു കയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് കെട്ടി വെക്കണം. പിന്നെ എന്തെങ്കിലും ഒരു സെലോ ടേപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇതിനൊന്ന് കെട്ടി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ബേസ്. അപ്പോൾ ഈ ബേസ് നന്നായിട്ട് വട്ടത്തിലാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് വട്ടത്തിലാക്കിയതിന് ശേഷം ഒരു കമ്പ് അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി എടുക്കില്ലേ, ഇങ്ങനെ ഇതുപോലെ ആക്കി എടുക്കുക. എനിക്കെങ്ങനെ അത് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു കമ്പിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കറക്കി കെട്ടി എടുക്കുക ആ കമ്പ് കൊണ്ട് തന്നെ. എന്നിട്ട് ഈ കമ്പുകളുടെ ഇടയിലേക്ക് കയറ്റി വെച്ച ശേഷം നമുക്ക് ഈ സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുക. നന്നായിട്ട് ഈ സെലോ ടേപ്പ് ഇട്ടോളൂ കേട്ടോ. ഇത് പുറത്തേക്ക് കാണില്ല, കാരണം ഇതിൻ്റെ പുറത്തേക്ക് പല പല സാധനങ്ങൾ നമ്മൾ വെക്കുമ്പോഴത്തേന് ഇതെല്ലാം ഉള്ളിലേക്ക് പോവും. പക്ഷേ ഇതിൻ്റെ വിട്ട് ഇച്ചിരി നമുക്ക് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കമ്പ് ഏറെ നമ്മൾ ചേർക്കുന്നുണ്ട്. കമ്പ് ഏറെ ചേർക്കുന്നത് ഇതുപോലെ വേറെ ഒരെണ്ണം കൂടെ ഇതുപോലെ കെട്ടിയതിന് ശേഷം നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ റീത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. വിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ ഈ റിങ് നമുക്കിങ്ങനെ 3-4 വലിയ രീതിയിൽ ആകൃതി ചെറുത്ത് തൊട്ട് വലുതാകുന്ന രീതിയിൽ വരെ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ വലിയ റീത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 2 റിങ്ങിൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കമ്പുകൾ ഇതിനകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഇത് ഒന്നും പുറത്ത് കാണുന്നതല്ല, ഇതെല്ലാം അകത്തേക്ക് പോണതാണ്. അപ്പോൾ അത്യാവശ്യം എത്ര കമ്പ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നോ അതനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂടും, അതിൻ്റെ വിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ അത് നല്ല റീത്തായിട്ടിരിക്കും. ഇപ്പോൾ റീത്തെന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു സാധനമാണ്. എല്ലാ കതകുകളിലും എല്ലാ ഡോറുകളിലും ഇതുണ്ടാവും. അപ്പോൾ ഞാനിത് കാണിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലൈറ്റിംഗ് റീത്തിന് ഏകദേശം ഒരു $99 ഇവിടെ വരും. ഞാനിത് വെറും ഒരു $8 ചിലവിൽ ഞാനിത് ഉണ്ടാക്കി. ഇതിവിടെ ഒരു ഡോളർ സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് മേടിച്ച 2 തോരണങ്ങളും പിന്നെ അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഈ പൈനിൻ്റെയൊക്കെ ഒരു കായാണ്. ചില കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. പിന്നെ ഇത് തോരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ തോരണമാണ്. പിന്നെ പൈനിൻ്റെ കോണുണ്ട്, പിന്നെ പൂവുണ്ട്, പ്ലാസ്റ്റിക് പൂവുണ്ട്, പിന്നെ ലൈറ്റിങ്. അപ്പോൾ ഈ പൈൻ കോൺ ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതെങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെയാണ് ഈ പൈൻ മരം ഉള്ളത്. അപ്പോൾ ഇത് കുഞ്ഞു പൈൻ ട്രീ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പൈൻ കോൺസൊക്കെ താഴെ വീണതാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് പൈൻ കോൺ. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീത്തിനകത്ത് ഇതുപോലെ ഈ തോരണം ഇങ്ങനെ ചുറ്റിക്കാം.
പച്ച കളറിൽ ഇതുപോലുള്ള തോരണം കിട്ടുവാണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള തോരണം വാങ്ങിച്ചിട്ട് എത്ര 10 രൂപയൊക്കെ കാണുള്ളൂ എന്ന് തോന്നുന്നു നാട്ടിൽ. ഏകദേശം 4 വർഷം മുമ്പുള്ള കഥയാണ്. 4 വർഷമായി നാട്ടിൽ വന്നിട്ട് കേട്ടോ. അപ്പം എത്ര രൂപയാണെന്ന് അറിയില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടാക്കി വരുമ്പോഴത്തേന് നമ്മൾ ഈ വാങ്ങിക്കുന്ന റീത്തിനെക്കാട്ടിലും ഭയങ്കര ചിലവ് കുറവായിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേന്. നമ്മുടെ വീട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇവിടെ ഇതിന് $1 ഉള്ളൂ. ഡോളർ ട്രീയിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം $1 ഉള്ളൂ. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടിതാ ഇങ്ങനെ ചുറ്റിക്കുകയാണ്. സംഭവം ചുറ്റി കഴിഞ്ഞു. എളുപ്പമാണെന്നൊക്കെ തോന്നും. പിന്നെ ഇതാ ലൈറ്റ് ഞാൻ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ വാൾമാർട്ട് ഉണ്ട്. അവിടെ ഈ $4 ഏകദേശം അതിനകത്ത് 2 ഇതുപോലുള്ള ലൈറ്റ് ഉണ്ട്. ഓഫർ ഉള്ളപ്പോൾ വാങ്ങിച്ചതാണ്. അല്ലെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ $8 ആയിരിക്കും അതിൻ്റെ മാക്സിമം കോസ്റ്റ്. അപ്പോൾ അതിനകത്തൊരു $4 ഒരു ലൈറ്റാണിത്. അപ്പം 4 1 $5 ആയ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ആ പ്ലഗ് വെളി വരുന്ന രീതിയിൽ ഞാനിങ്ങനെ ഇതിന് ലൈറ്റ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പൈൻ കോൺ ഒരു ത്രെഡുമായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുക. ഈ കളർ ഉള്ള ലൈറ്റ് ഈ ത്രെഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗിയായതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇപ്പോൾ പച്ച കളറിലെ ത്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ കെട്ടുക. അപ്പോൾ നന്നായിട്ടത് കെട്ടി വെക്കുക, അല്ലെങ്കിൽ സാധനം അഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്ന രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൻ ഇങ്ങനെ കോൺസ് ഇങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഇതുപോലെ അറേഞ്ച് ചെയ്യുക. നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെ കെട്ടാൻ, അല്ലെങ്കിൽ അത്ര ഭംഗി കാണില്ല. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഐഡിയ അനുസരിച്ച് ഞാനിങ്ങനെ പൈൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുകയാണ്. ആദ്യം നിങ്ങളിതൊന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഇതുപോലെ കെട്ടി വെക്കുക നല്ല രീതിയിൽ. കുഞ്ഞു കോൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ കോൺസ് ഞാൻ അവിടെ ഇവിടെയൊക്കെ നടന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലുള്ള കോൺസ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ പൈൻ കോൺ ഇല്ലെങ്കിൽ നമ്മൾ ഈ എന്താ അതിന് പറയുന്ന അറിയത്തില്ല, നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ബോൾസ് ഇങ്ങനെ തൂക്കിയിടത്തില്ലേ, ഞങ്ങളുടെ അവിടെ ഫാദർ ഗുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുണ്ടെങ്കിൽ അതിങ്ങനെ കെട്ടി വെച്ചാലും മതി കേട്ടോ. 1 2 അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ നല്ല ഫ്ലവേഴ്സ്, നല്ല റെഡ് ഫ്ലവർ ഉണ്ടെങ്കിൽ അതിങ്ങനെ കെട്ടി വെക്കാം. എന്തെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. റിബണുകളോ അങ്ങനെയുള്ള എന്തായാലും മതി. ഇനി നമുക്ക് ഈ റെഡ് കായതിനകത്തേക്ക് വെക്കാം. ഈ റെഡ് കാ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയ്ക്കകത്ത് കുറച്ച് പശയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഈ വാസലിനില്ലേ, നമ്മൾ കയ്യിലൊക്കെ പറ്റണ വാസലിനും കൂടെ കയ്യിൽ പറ്റിയതിന് ശേഷം കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും റെഡ് കളറിലോ ഏത് കളറാണോ വേണ്ടി അതിനകത്തേക്ക് മുക്കി എടുക്കുക. എന്നിട്ട് ഉണക്കിയാൽ മതി. ഇപ്പോൾ സംഭവം റെഡിയാവും. അപ്പം അത് പിന്നെ ഈ റെഡ് കളറിലെ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഈ ഫ്ലവർ ഞാൻ മേടിച്ചതാണ്. ഇത് രണ്ടും ഞാൻ മേടിച്ചതാണ്. കാരണം ഇവിടെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഫ്ലവറൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് വേണം. കാരണം നനഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കി ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഈ ഫ്ലവർ ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഏകദേശം $1 അതുപോലെ തന്നെ ഈ പൈൻ ട്രീയുടെ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന ആ കായ്ക്കും $1. നേരത്തെ ഞാൻ $5 പറഞ്ഞു. ഇപ്പോൾ $7 പിന്നെ കുഞ്ഞു സംഭവം എല്ലാം കൂടെ ആയിട്ട് ഒരു $8 കൂട്ടിക്കാം. അപ്പോൾ $8 സംഭവങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കെട്ടി വെക്കുക കേട്ടോ. നോക്കി ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ നന്നായിട്ടിത് കെട്ടി വയ്ക്കുക. അപ്പം നല്ല ഭംഗിയിലിരിക്കും. ലൈറ്റ്സ് ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ ലൈറ്റ് മുകളിലേക്ക് വെച്ചതിന് ശേഷം മാത്രം വയ്ക്കുക. അപ്പോൾ ഇതുപോലെ കെട്ടി വെക്കുക. എളുപ്പം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളിത് കാണത്തില്ലല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. പിന്നെ മറക്കാതെ ഒരു കാര്യം ചെയ്യണം, 2 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ റീത്ത് റെഡി ആയിട്ടുണ്ട്. റീത്ത് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട,
നല്ല സൂപ്പർ റീത്താണ് ഇത്. കതകിൻ്റെ ഫ്രണ്ടിൽ വെക്കണ റീത്താണ്. ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഉണ്ട് ഈ സംഭവം. ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്നത്. ഇതാ ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ലൈറ്റ് കത്തി. അപ്പോൾ നമ്മുടെ റീത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റീത്താണ്. നല്ല ഭംഗിയാണ് റീത്ത് കാണാനായിട്ട്. ഇരുട്ടത്ത് വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ റീത്ത് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുക. മറക്കാതെ ഞാൻ പറയും. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊന്നും കളയണ്ട. കുറച്ച് പൈസ ഉപയോഗിച്ച് നല്ല അടിപൊളി സാധനം ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ കതകാണ്. കതകിൽ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കിളിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ മെയിൻ ഡോറാണ്. ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട്. അപ്പം സംഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ നല്ല നല്ല കമൻറ്റ് അയക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. See you next video.